ഉല്പത്തിപ്പുസ്തകം അദ്ധ്യായം 33. അനന്തരം യാക്കോബ് തലപൊക്കി നോക്കി, ഏശാവും അവനോടുകൂടെ 400 ആളുകളും വരുന്നത് കണ്ടു. തന്റെ മക്കളെ ലേയായുടെ അടുക്കലും റാഹേലിന്റെ അടുക്കലും 2 ദാസിമാരുടെ അടുക്കലും വിഭാഗിച്ചു നിർത്തി. അവൻ ദാസിമാരെയും അവരുടെ മക്കളെയും മുൻപിലായും ലേയായെയും അവളുടെ മക്കളെയും പിമ്പിലും റാഹേലിനെയും യോസേഫിനെയും അവസാനമായും നിർത്തി. അവൻ അവർക്ക് മുൻപായി കടന്ന് 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തന്റെ സഹോദരനോട് അടുത്തുചെന്നു. ഏശാവ് ഓടിവന്ന് അവനെ എതിരേറ്റ് ആലിംഗനം ചെയ്തു. അവന്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ചു. രണ്ടുപേരും കരഞ്ഞു. പിന്നെ ഏശാവ് തലപൊക്കി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കണ്ടു. നിന്നോടുകൂടെയുള്ള ഇവർ ആരാകുന്നു എന്ന് ചോദിച്ചതിന്, ദൈവം അടിയന് കൃപയാൽ നൽകിയിരിക്കുന്ന മക്കൾ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ദാസിമാരും മക്കളും അടുത്തുവന്ന് നമസ്കരിച്ചു. ലേയായും മക്കളും അടുത്തുവന്ന് നമസ്കരിച്ചു. അവസാനം യോസേഫും റാഹേലും അടുത്തുവന്ന് നമസ്കരിച്ചു. ഞാൻ വഴിക്ക് കണ്ട ആ കൂട്ടമൊക്കെയും എന്തിന് എന്ന് ഏശാവ് ചോദിച്ചതിന്, യജമാനന് എന്നോട് കൃപ തോന്നേണ്ടതിന് ആകുന്നു എന്ന് യാക്കോബ് പറഞ്ഞു. അതിന് ഏശാവ്, സഹോദരാ, എനിക്ക് വേണ്ടത്ര ഉണ്ട്, നിനക്കുള്ളത് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് യാക്കോബ്, അങ്ങനെയല്ല, എന്നോട് കൃപയുണ്ടെങ്കിൽ എന്റെ സമ്മാനം എന്റെ കയ്യിൽ നിന്ന് വാങ്ങണമേ. ദൈവത്തിന്റെ മുഖം കാണുന്നതുപോലെ ഞാൻ നിന്റെ മുഖം കാണുകയും നിനക്ക് എന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ. ഞാൻ അയച്ചിരിക്കുന്ന സമ്മാനം വാങ്ങണമേ. ദൈവം എന്നോട് കൃപ ചെയ്തിരിക്കുന്നു, എനിക്ക് വേണ്ടത്ര ഉണ്ട് എന്ന് പറഞ്ഞ് ഏശാവിനെ നിർബന്ധിച്ചു. അങ്ങനെ അവൻ അത് വാങ്ങി. പിന്നെ ഏശാവ്, നമുക്ക് യാത്ര തുടരാം, ഞാൻ നിനക്ക് മുൻപായി നടക്കാം എന്ന് പറഞ്ഞു. അതിന് യാക്കോബ് അവനോട്, കുട്ടികൾ നന്നായി ഇളയവർ എന്നും കറവുള്ള ആടുകളും കന്നുകാലികളും കൂടെ ഉണ്ടെന്നും യജമാനൻ അറിയുന്നുവല്ലോ. അവയെ ഒരു ദിവസം അധികമായി ഓടിച്ചാൽ കൂട്ടമെല്ലാം ചത്തുപോകും. യജമാനൻ അടിയന് മുൻപായി പോയാലും എന്റെ കൂടെയുള്ള കന്നുകാലികളുടെയും കുഞ്ഞുങ്ങളുടെയും പ്രാപ്തിക്കൊത്തവണ്ണം ഞാൻ സാവധാനത്തിൽ അവയെ നടത്തിക്കൊണ്ട് സേയീരിൽ യജമാനന്റെ അടുക്കൽ വന്നുകൊള്ളാം എന്ന് പറഞ്ഞു. എന്റെ ആളുകളിൽ ചിലരെ ഞാൻ നിന്റെ അടുക്കൽ നിർത്തട്ടെ എന്ന് ഏശാവ് പറഞ്ഞതിന്, എന്തിന്? യജമാനന്റെ കൃപയുണ്ടായാൽ മതി എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഏശാവ് അന്ന് തന്റെ വഴിക്ക് സേയീരിലേക്ക് മടങ്ങിപ്പോയി. യാക്കോബോ സൂക്കോത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. തനിക്ക് ഒരു വീട് പണിതു, കന്നുകാലിക്കൂട്ടത്തിന് തൊഴുത്തുകളും കെട്ടി. അതുകൊണ്ട് ആ സ്ഥലത്തിന് സൂക്കോത്ത് എന്ന് പേര് പറയുന്നു. യാക്കോബ് പദ്ദൻഅരാമിൽ നിന്ന് വന്നശേഷം കനാൻദേശത്തിലെ ശെഖേം പട്ടണത്തിൽ സുരക്ഷിതമായി എത്തി പട്ടണത്തിനരികെ കൂടാരമടിച്ചു. താൻ കൂടാരമടിച്ച സ്ഥലത്തിന്റെ ഒരു ഭാഗം ശെഖേമിന്റെ അപ്പനായ ഹമോരിന്റെ പുത്രന്മാരോട് 100 വെള്ളിക്കാശിന് വാങ്ങി. അവിടെ അവൻ ഒരു യാഗപീഠം പണിതു. അതിന് ഏൽ എലോഹേ യിസ്രായേൽ എന്ന് പേർ വിളിച്ചു.